മക്കളെ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് അല്ലേ. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നും ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ കുറേയധികം കണ്ടീഷൻസും ഇക്വേഷൻസും നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് ചെറിയൊരു കാര്യം പറയുകയും പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയും ചെയ്യുന്നു. ഗോസ് തിയറം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഐഡിയ കൂടി ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതാ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. മക്കളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു ചാർജ് ഉണ്ട്, ക്യാപിറ്റൽ Q എന്നുള്ള ചാർജ് ആയിക്കോട്ടെ. അപ്പോൾ ഒരു ചാർജ് അവിടെ ബോർഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ. ആ ചാർജിന് ചുറ്റും അതിൻ്റെ ഇഫക്റ്റ് അനുഭവപ്പെടുന്ന ഒരു റീജിയൻ ഉണ്ടാവും. അതിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിച്ചത്. നമ്മൾ പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു ചാർജിന് ചുറ്റും അതിൻ്റെ ഇഫക്റ്റ് അനുഭവപ്പെടുന്ന ഒരു റീജിയൻ ഉണ്ടാവും മക്കളെ, അതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കേട്ടോ. അപ്പോൾ ഒരു ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നും ആ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കിട്ടുന്നു അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ അതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കിട്ടുമെന്നും ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ വഴിയിൽ നമ്മളൊരു സർഫസ് കൊണ്ടുവച്ചാൽ അവിടെ ഫ്ലക്സ് ഉണ്ടാകുമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. സർഫസിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ടാവും മക്കളെ ഫ്ലക്സ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആണ് മക്കളെ, ശ്രദ്ധിച്ചോളൂ. നമ്മൾ ചാപ്റ്ററിൻ്റെ ആദ്യം തൊട്ട് പറഞ്ഞതും അവസാനം വരെ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളൊരു ചാർജ് വെക്കുക, ആ ചാർജിന് ചുറ്റും അപ്പം എന്തുണ്ടാവും മക്കൾ? അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് പടം വരച്ച് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കണേ. അപ്പോൾ ഒരു ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്ന സ്ഥലത്ത് നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആ സർഫസിലൂടെ പാസ് ചെയ്യും. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സർഫസിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫ്ലക്സ് ഉണ്ടാകും. അപ്പോൾ ആദ്യം പറഞ്ഞ ചാർജ് മുതൽ അവസാനം പറഞ്ഞ ഫ്ലക്സ് വരെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവട്ടെ. യെസ് മക്കളിതേ, ഇനി ഞാൻ പറഞ്ഞുതരാം. ഒരു ചാർജ് എടുക്കുന്നു അല്ലേ, നമ്മളൊരു ചാർജ് എടുത്തു. അതിന് ചുറ്റും ഞാൻ എന്ത് ചെയ്യുന്നു? ഫീൽഡ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, അതൊക്കെ സമ്മതിച്ചു. അതിന് ചുറ്റും ഞാനൊരു സർഫസ് കൺസിഡർ ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ ചാർജിന് ചുറ്റും എന്ത് കൺസിഡർ ചെയ്യാൻ പോവാം മക്കളെ? സർഫസ് കൺസിഡർ ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ ചാർജിന് ചുറ്റും ഒരു സർഫസ് കൺസിഡർ ചെയ്യുന്നു. ഈ സർഫസ് എന്താണെന്ന് വലിയ ധാരണയില്ലാത്ത ആൾക്കാർക്ക് ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞുതരാം. സർഫസ് എന്ന് പറയുമ്പോൾ ഒരു പ്രതലമാണ് അല്ലേ, ഒരു പ്രതലമാണ്. നമ്മൾ ഒരു ചാർജ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുക. ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ മക്കളെ. നമ്മളൊരു ചാർജ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ആ ചാർജിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളിലേക്ക്, അതായത് ആ ചാർജിൻ്റെ ഉള്ളിലേക്കല്ല, ആ ചാർജിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു കുടം വെക്കുക. നമ്മുടെ സാധാരണ വീട്ടിലുള്ള ഒരു കുടം കേട്ടോ, അല്ലെങ്കിൽ ഒരു ബക്കറ്റ്, ഒരു പാത്രം കമത്തി വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ചാർജിന് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു കുടം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ചാർജ് ഈ കുടത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ചാർജ് കുടത്തിൻ്റെ ഉള്ളിലാണ്. കുടം ചാർജിനെ പുറത്തിങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നു, അതായത് മൂടിയുള്ള കുടമെന്ന് വിചാരിച്ചോ കേട്ടോ. അപ്പോൾ ആ കുടം എന്തായി മാറി മക്കളെ? ഒരു സർഫസായി മാറി. ക്ലിയർ ആയില്ലേ? ആ കുടം ഒരു സർഫസായി മാറി. അപ്പോൾ ഏതെങ്കിലും ഒരു ചാർജിന് പുറത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പാത്രമോ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞിട്ട് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഈ സർഫസ് എന്നുള്ള സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, എന്താണ് നമ്മൾ ഫിസിക്സുകാർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ, ഒരു ചാർജിന് ചുറ്റും നമ്മളൊരു കുടം കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ഒരു കുടത്തിനുള്ളിൽ ചാർജ് വയ്ക്കുക, അത്രേ ഉള്ളൂ. ഒരു കുടത്തിനുള്ളിൽ ചാർജ് വയ്ക്കുക, എന്നിട്ട് ആ കുടത്തിൻ്റെ മൂടി അടയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെള്ളം കുടിക്കുന്ന ജഗ്ഗിൻ്റെ ഉള്ളിൽ ചാർജ് വയ്ക്കുക, ജഗ് അടയ്ക്കുക. ഏത് പാത്രവും കേട്ടോ. അപ്പോൾ എന്തിൻ്റെ ഉള്ളിലും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വീട്ടിൽ വല്ല ഉപകരണങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു കാർഡ്ബോർഡ് പെട്ടി കിട്ടും അല്ലെ മക്കളെ, ഒരു കാർഡ്ബോർഡ് പെട്ടി കിട്ടും. ആ കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിലാണ് ചാർജ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കാർഡ്ബോർഡ് പെട്ടി സർഫസായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചാർജിന് ചുറ്റും എന്ത് ചെയ്യണം മക്കളെ? ഒരു സർഫസ് കൺസിഡർ ചെയ്യണം. ചാർജിന് ചുറ്റും ഒരു സർഫസ് കൺസിഡർ ചെയ്യണം. ഏതുപോലെ എന്നുള്ളതിന് എക്സാമ്പിൾ ഞാൻ കുറേ അധികം പറഞ്ഞു കേട്ടോ മക്കളെ. ഒരു കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ ഒരു ചാർജ് ഇരിക്കുന്നു, ഒരു ജാറിൻ്റെ ഉള്ളിൽ ഒരു ചാർജ് ഇരിക്കുന്നു, ഒരു കുടത്തിൻ്റെ ഉള്ളിൽ ഒരു ചാർജ് ഇരിക്കുന്നു, വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തിരിക്കുന്നു മക്കളെ? ചാർജ് ഇരിക്കുന്നു. അപ്പോൾ ചാർജിന് ചുറ്റും നിങ്ങൾ അതേപോലുള്ള സർഫസ്, ഈ പാത്രം, ഈ കാർഡ്ബോർഡ് പെട്ടി, ജാറ്, കുടം, ഇതേപോലുള്ള സർഫസുകളാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എടുക്കുക. പക്ഷേ ഫിസിക്സിൽ നമുക്ക് കാർഡ്ബോർഡ് പെട്ടി എടുക്കാമെന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഫിസിക്സ് സർഫസ് എടുക്കുന്നു എന്ന് പറയണേ.
അപ്പോൾ ഫിസിക്സ് സർഫസ് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ഇതേപോലെ ഒരു പ്രതലം എടുക്കുന്നു. ഈ പ്രതലം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പ്രതലം ഏതൊക്കെയാണ്? കാർഡ്ബോർഡ് പെട്ടി, ജാറ്, കുടം. അപ്പോൾ നിങ്ങൾ മനസ്സിലത് വെച്ചോളൂ കേട്ടോ. അതാണ് ഫിസിക്സ് പരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണേ ഉദ്ദേശിക്കണേ. അപ്പോൾ ഒരു ചാർജ് ഇവിടെ ഉണ്ട് മക്കളെ. ഈ ചാർജിന് ചുറ്റും ഞാനൊരു കുടം വെക്കുന്നു. കുടം. അപ്പോൾ കുടം നിങ്ങൾക്ക് തോന്നും ഈ കുടം ഇങ്ങനെയല്ലല്ലോ, അത് നിങ്ങൾ വിചാരിച്ചു ഞളങ്ങിയ കുട, അതായത് ഇടികൊണ്ട് എന്ത് സംഭവിച്ചു? പല സ്ഥലത്ത് ഇങ്ങനെ ഞളങ്ങിയ കുടാന്ന് വിചാരിച്ചു. ക്ലിയർ ആയോ മക്കളെ? ഞളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ പല സ്ഥലത്ത് ഇങ്ങനെ ഷേപ്പിലൊക്കെ ചേഞ്ച് വന്ന് നിൽക്കുന്ന ഒരു കുടം, ഒരു പാത്രമാണ് ഞാൻ ഈ ചാർജിന് ചുറ്റും കൺസിഡർ ചെയ്തേക്കണേ. ക്ലിയർ ആയില്ലേ? ആ പാത്രത്തിൻ്റെ നടുക്കിലാണ് എന്തുള്ളത്? ചാർജ് ഉള്ളത്. ഈസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പോൾ നമ്മൾ ഈ സർഫസ്, ഈ പാത്രം എന്ന് പറയാൻ പാടില്ല കേട്ടോ മക്കളെ. ഞാൻ നിങ്ങളോട് പാത്രം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ എന്താണ് ഈ സർഫസിൻ്റെ അർത്ഥം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ചാർജ് ഇരിക്കുന്നത് ഈ ഞളങ്ങിയ കുടത്തിൻ്റെ ഉള്ളിലാണ് എന്ന് പറയുന്ന പോലെയാണ് ഈ സർഫസിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്തിരിക്കണേ? ഒരു ചാർജ് ഇരിക്കണേ കേട്ടോ. അപ്പോൾ ഇതാണ് കുടം. ഇതാണ് കുടം, ഞളങ്ങിയ കുടം. ഇതിൻ്റെ ഉള്ളിൽ എന്തിരിക്കുന്നു മക്കളെ? ചാർജ് ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇമാജിനേഷൻ നിങ്ങളുടെ കയ്യിലേക്ക് എത്തട്ടെ. ക്ലിയർ? ഇതിന് നമ്മൾ ഇത് സർഫസ് എന്നാണ് വിളിക്കുക കേട്ടോ. നമ്മൾ കുടമൊന്നും വിളിക്കില്ല, നമ്മൾ സർഫസ് എന്നാണ് വിളിക്കുക മക്കളെ. ഈ സർഫസിന് റെഗുലർ ഷേപ്പ് ഉണ്ടോ? ഈ സർഫസിന് റെഗുലർ ഷേപ്പ് ഉണ്ടോ? ഇല്ലല്ലോ. ഇറഗുലർ സർഫസ് ആണ്. അത് മനസ്സിലാക്കിക്കോളൂ. അത് ഒരു ഇറഗുലർ സർഫസ് ആണ്. അപ്പോൾ ഇറഗുലർ സർഫസ് നമ്മൾ ഒരു ചാർജിന് ചുറ്റും കൺസിഡർ ചെയ്തു. ക്ലിയർ ആയില്ലേ മക്കളെ? ചാർജിന് ചുറ്റും എന്തുണ്ട് മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് മക്കളെ, അല്ലേ? ചാർജിന് ചുറ്റും എന്തുണ്ടോ മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒക്കെ ഈ സർഫസ് വഴി എന്ത് ചെയ്യുന്നുണ്ടാവും മക്കളെ? കടന്ന് പോകുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിന്നുണ്ടാവും മക്കളെ? ഫ്ലക്സ് ഉണ്ടാകും. അപ്പോൾ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മൊത്തം എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മൾ ഈ വെച്ചിട്ടുള്ള ഇതാക്കണ്ട, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാം. ഈ വെച്ചിട്ടുള്ള ഈ സർഫസിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും മക്കളെ? പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ ഈ സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു ഫ്ലക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാകും. ഫ്ലക്സ് ഉണ്ടാകും. ആ ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിക്കാനാണ് പോണ മക്കളെ. ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. E.A ഇതാണ് നമ്മൾ പഠിപ്പിച്ച ഇക്വേഷൻ അല്ലേ? E.A എന്ന് പറഞ്ഞ ഇക്വേഷനാണ് പഠിപ്പിച്ചത്. അല്ലെങ്കിൽ EDS cos θ, അല്ലെങ്കിൽ EA cos θ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ പെർപെൻഡിക്കുലർ ഏരിയ, അല്ലെങ്കിൽ E.A. ഇങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചത്. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ് പോണേ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ് പോണേ. ഞാനിതൊന്നും ആക്കിയാണേ. യെസ്, അപ്പോൾ നോക്കൂ, ഞാൻ വീണ്ടും വരയ്ക്കുന്നു മക്കളെ. ഇത് ചാർജ് ക്യൂ ആണ് മക്കളെ. അതിന് ചുറ്റും എന്തുണ്ട്? തെളിയുന്നില്ല. ചാർജ് ക്യൂ, അതിന് ചുറ്റും എന്തുണ്ട് മക്കളെ? ഒരു സർഫസ്, ഇറഗുലർ ആയിട്ടുള്ള സർഫസ് കേട്ടോ. ഇറഗുലർ സർഫസ് ആണ്, ശ്രദ്ധിക്കണേ. ഇറഗുലർ സർഫസ് ആണ്. ഞാൻ വീണ്ടും വരയ്ക്കുന്നുള്ളൂ. ഇറഗുലർ സർഫസ്. അപ്പോൾ ഈ സർഫസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, സർഫസുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഫ്ലക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ മക്കളെ? കണ്ടുപിടിക്കാൻ പോണേ. ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? E.A. പക്ഷേ ഒരു പ്രശ്നമുണ്ട് വർമ്മ സാർ. ഒരു പ്രശ്നമുണ്ടല്ലോ വർമ്മ സാർ. എന്താ പ്രശ്നം? പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഈ സർഫസ് ഇറഗുലറാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. അതായത് ഞളങ്ങിയ കുടമാണ്, ഞളങ്ങിയ പാത്രമാണ്. അപ്പോൾ സർഫസ് ഇറഗുലറാണ്. ഈ സർഫസ് ഇറഗുലർ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാർജിൽ നിന്ന് ഈ സർഫസിൻ്റെ ഓരോ ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണോ? ഈ ചാർജിൽ നിന്ന് സർഫസിൻ്റെ ഓരോ ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണോ മക്കളെ? അല്ല. അപ്പോൾ ഇറഗുലർ സർഫസ് ആണെങ്കിൽ ആ സർഫസിന് പ്രത്യേകിച്ച് എന്തില്ല? ഒരു സിമെട്രി ഇല്ല കേട്ടോ, ഒരു സാദൃശ്യമില്ല. പല തോന്നിയ പോലെയാണ് സർഫസ് നിൽക്കണേ അല്ലേ? അപ്പോൾ സർഫസ് തോന്നിയ പോലെ നിൽക്കണ കാരണം കൊണ്ട് ഈ സർഫസിൻ്റെ ഓരോ പോയിന്റിലേക്കും ഈ ചാർജിൽ നിന്ന് വരയ്ക്കുന്ന ഡിസ്റ്റൻസ് സെയിം ആണോ? അല്ല. ക്ലിയർ ആയില്ലേ? ഡിസ്റ്റൻസ് സെയിം അല്ല. ഡിസ്റ്റൻസ് സെയിം അല്ലെങ്കിൽ ഫീൽഡ് സെയിം ആയിരിക്കുമോ മക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ നമ്മൾ പണ്ട് പഠിപ്പിച്ചതാ 1/4πε0 Q/r². അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് r². അപ്പോൾ ഡിസ്റ്റൻസ് സെയിം അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സെയിം ആവുമോ മക്കളെ? ഇല്ല.
അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഈ സർഫസിൻ്റെ പോയിന്റുകളിലൊക്കെ ഈ സർഫസിലെ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സെയിം അല്ല. എന്തുകൊണ്ട് സെയിം ആയില്ല? ഡിസ്റ്റൻസ് സെയിം അല്ല. എന്തുകൊണ്ട് ഡിസ്റ്റൻസ് സെയിം ആയില്ല? അത് ഇറഗുലർ സർഫസ് ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഇറഗുലർ സർഫസ് വരുമ്പോൾ സർഫസിലോട്ടുള്ള ദൂരം, ചാർജിൽ നിന്ന് സർഫസിലേക്കുള്ള ദൂരം ഡിഫറൻ്റ് ആയ കാരണം കൊണ്ട് ആ സർഫസിലുള്ള ഓരോ ഭാഗത്തുമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആണ്. സോ ഡിസ്റ്റൻസ് ഡിഫറെൻറ്റ്, ഞാൻ വെറുതെ എഴുതി വെക്കാണ് മക്കളെ, നിങ്ങൾ എഴുതണ്ട. ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആയ കാരണം കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഓരോ ഭാഗത്തും എന്താണ് മക്കളെ? ഡിഫറൻ്റ് ആണ്. കാരണം അത് ഏത് സർഫസ് ആണ് മക്കളെ? ഇറഗുലർ സർഫസ് ആണ്. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഡിസ്റ്റൻസ് പലതായ കാരണം കൊണ്ട് എന്ത് സംഭവിക്കും മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് അല്ല, മാറിക്കൊണ്ടിരിക്കുന്നു. മക്കളെ, ഒരു ക്വാണ്ടിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇൻ്റഗ്രേഷൻ മെത്തേഡിലേക്ക് പോകണം. ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് പറയുന്നു, പല കുട്ടികൾക്കും അറിയില്ല എപ്പോഴാണ് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യേണ്ടത്. കേട്ടോ, അവർക്കുള്ള ആൻസർ ഇതേ വരുന്നു. എപ്പോഴാണ് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യേണ്ടത്? ഒരു ഫംഗ്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം, നമുക്കൊരു സാധനം കണ്ടുപിടിക്കണം. പക്ഷെ ആ സാധനത്തിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഇക്വേഷൻ എഴുതിയിരിക്കുന്ന സംഭവം അവന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണം നമ്മൾ നോക്കിയതാ, ഈ കേസിനെ നോക്കാം. നമുക്കത് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞേട്ടോ. ഫ്ലക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? ഫ്ലക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ ഫ്ലക്സിൽ എഴുതിയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫ്ലക്സിലെ ഇക്വേഷനിലുള്ള ഒരാളാരാ? ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഡിഫറൻ്റാണ്, അതായത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. കേട്ടോ, അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഇക്വേഷനിലുള്ള ഒരു ക്വാണ്ടിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് ഇൻ്റഗ്രൽ. കേട്ടോ, നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യേണ്ട ഗതികേടിലേക്ക് എത്തും. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ ഇൻ്റഗ്രേഷൻ എടുക്കേണ്ടത്? പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്, ഈ ഇൻ്റഗ്രേഷൻ എടുക്കുന്നത് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുക? വേരിയിങ് ഫംഗ്ഷൻ വരുമ്പോൾ ഇൻ്റഗ്രേഷൻ എടുക്കാം. ഇത് നമ്മൾ +1 മുതലേ പഠിച്ചു തുടങ്ങിയതാണ് മക്കളെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. +1 മുതലേ നമ്മൾ പഠിച്ചു തുടങ്ങിയതാണ്. ഈ +1 നിങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുന്നത് വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സിൻ്റെ ഇക്വേഷനല്ല. വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ വരച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ചെറിയ ചെറിയ സ്ട്രിപ്പുകളാക്കി മാറ്റിയിട്ട്, അതാണ് നമ്മൾ +1 നമ്മൾ ഇത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്. ശരിയല്ല മക്കളെ? +1 എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ വേരിയബിൾ ഫോഴ്സ് കണ്ടോ, വർക്കിൻ്റെ ഇക്വേഷൻ മക്കളെ, വർക്ക് ഈക്വൽ F ഡോട്ട് എസ്. ഞാനെല്ലാം പറഞ്ഞുതരാണ് കേട്ടോ. വർക്ക് ഈക്വൽ F ഡോട്ട് എസ്. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഫോഴ്സ് വേണം, അല്ലേ? ഈ ഫോഴ്സ് വേരിയബിളാണ്. അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടെത്താൻ പോകുന്നു. അതിൻ്റെ ഇക്വേഷനിലുള്ള ഒരാൾ വേരിയിങ് ആണെങ്കിൽ, ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും? ഇൻ്റഗ്രേഷൻ മെത്തേഡിലേക്ക് പോകേണ്ടി വരും. ക്ലിയർ ആയോ മക്കളെ? അത് തന്നെയാണ് നമ്മൾ +1 തൊട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ വേരിയിങ് ആണെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോകേണ്ടി വരും എന്നാണ് പറഞ്ഞത്? ഇൻ്റഗ്രേഷൻ മെത്തേഡിലേക്ക് പോകേണ്ടി വരുന്നതാണ് സാറ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും Q അതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? സർഫസ് വരച്ചിരിക്കുന്നു. അപ്പോൾ ഈ സർഫസ് ഞാൻ പറയണേ കേട്ടോ, സർഫസ് സിമെട്രിക്കൽ അല്ല. അത് കാരണം കൊണ്ട് സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ്, ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം അല്ല. അത് കാരണം കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് സെയിം അല്ല. ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്ന കാരണം കൊണ്ട് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് വേണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്ന കാരണം കൊണ്ട് നമ്മൾ ഏത് മെത്തേഡിലേക്ക് പോകേണ്ടി വരും മക്കളെ? ഇൻ്റഗ്രേഷൻ മെത്തേഡിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ മെത്തേഡ് ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. ഈ സർഫസിൽ നമ്മൾ എന്ത് ചെയ്യുക? ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യുക. ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണണ്ടോ മക്കളെ? DS എന്ന് പറഞ്ഞ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തു. കേട്ടോ, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എടുത്തുക്കുന്നു E. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E. കേട്ടോ, ഞാൻ ആ ഡയറക്ഷനൊക്കെ ഞാൻ വെറുതെ ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ചാർജിൻ്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും എന്നൊന്നും ചോദിക്കേണ്ട. ഇലക്ട്രിക് ഫീൽഡ് E. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇയും അവിടുത്തെ ഏരിയ എത്രയാണ് മക്കളെ? DS. അപ്പോൾ ഇൻ്റഗ്രേഷനിലേക്കാണ് പോകണേ. അപ്പോൾ ഇൻ്റഗ്രേഷനിൽ പോകണേ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ഏരിയനെ ചെറിയ എന്താക്കി മാറ്റി മക്കളെ? കഷ്ണങ്ങളാക്കി മാറ്റി. DS ആണ് ഏരിയ. അപ്പോൾ DS ഏരിയ എന്നുള്ള ചെറിയൊരു സ്ട്രിപ്പ് എടുത്തു, അല്ലേ?
ഒരു സ്മോൾ എലമെൻ്റ് എടുത്തു. അപ്പോൾ അവിടുത്തെ കറസ്പോണ്ടിങ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് മക്കളെ? ഇ ആണെന്ന് വിചാരിക്കുക. അവിടുത്തെ കറസ്പോണ്ടിങ് ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. സോ നമുക്ക് മക്കളെ in order to find flux we have to use integration method അല്ലേ? അതായത് എഴുതുന്നു കേട്ടോ, we have to use integration method. നമ്മൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിലേക്ക് പോകേണ്ടി വരും കേട്ടോ. ഇൻ്റഗ്രേഷൻ മെത്തേഡിലേക്ക് പോകേണ്ടി വരും. അത് ഇവിടെ എഴുതി വെച്ചെന്നുള്ളൂ, വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഇനി ഫോർ ദാറ്റ് അതിന് വേണ്ടി we have to split the surface into small segment അല്ലേ? surface into small segment, ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും മക്കളെ? മാറ്റേണ്ടി വരും. കാരണം എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണോ? ഇപ്പം ഈ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഈ കണ്ടക്ടറിൻ്റെ കൂടെ നീളം, ഐ മീൻ ഈ സർഫസിൻ്റെ കൂടെ നീളമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ചെറിയ കഷ്ണമാക്കി മാറ്റിയിട്ട് ആ ചെറിയ കഷ്ണത്തിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ഈ മക്കളെ ഇത് നമ്മൾ ഇവിടെ ഒരു കഷ്ണം എടുത്തു എന്നിരിക്കുക. ഈ സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ഈ തന്നെയാണോ ഇവിടെ വരിക? ഇവിടെ വേറെ ഈ വരും അല്ലേ മക്കളെ? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണോ ഈ ഭാഗം വരിക? അല്ല, വേറെ ഇലക്ട്രിക് ഫീൽഡ് വരും. ഇനി നമ്മൾ ഇവിടെ ചെറിയ കഷ്ണം എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണോ ഇവിടെ രണ്ടുപേരും വരിക? അല്ല, വേറെ ഇലക്ട്രിക് ഫീൽഡാണ് വരിക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഓരോ സർഫസിലും എന്ത് ചെയ്യുന്ന ഓരോ ഭാഗത്തും മാറിക്കൊണ്ടിരിക്കണതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ചെറിയ ചെറിയ എന്താക്കി മാറ്റി മക്കളെ? കഷ്ണങ്ങളാക്കി മാറ്റി, സ്മോൾ സെഗ്മെന്റ്സ് ആക്കി മാറ്റി. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സിംഗിൾ സെഗ്മെന്റ്, ഒരു സെഗ്മെന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സിംഗിൾ സെഗ്മെന്റ്. മക്കളെ ഈ സെഗ്മെന്റ് എടുത്തോ. ഈ സെഗ്മെന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഈ സെഗ്മെന്റിന്റെ ഏരിയ എത്രയാ? ഡി എസ്. ചെറിയ ഏരിയ എടുത്താണ് അല്ലേ? ചെറിയ കഷ്ണമാണ്. അപ്പോൾ ചെറിയ ഏരിയ ആണ്. ചെറിയ ഏരിയ നമ്മൾ ഡി എസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ചെറിയ ഏരിയ ഡി എസ് ആണ്. അവിടുത്തെ കറസ്പോണ്ടിങ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് മക്കളെ? ഇ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ സെഗ്മെന്റിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഫ്ലക്സ് ഓഫ് ദ സെഗ്മെന്റ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് എന്ന് എഴുതില്ലേ മക്കളെ? ഇ ഡോട്ട് ഡി എസ്. ഡോട്ടാണ്, ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, അത് മനസ്സിലാവും. ഇ ഡോട്ട് എ ആണ്. പക്ഷേ എ അല്ല, ഇവിടെ ചെറിയ സെഗ്മെന്റ് എടുത്തങ്ങനെ, അത് കാരണം ഇ ഡോട്ട് ഡി എസ് നിൽക്കും. അപ്പോൾ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. ക്ലിയർ? അപ്പോൾ ഫ്ലക്സ് നമ്മൾ എന്ത് എഴുതി മക്കളെ? ഇ ഡോട്ട് ഡി എസ് എന്ന് എഴുതി. അതൊരു സെഗ്മെന്റിൻ്റെയാണ്. ഇനി അടുത്ത സെഗ്മെന്റിന് എന്താ വരിക? ഇ ഡോട്ട് ഡി എസ്. വേറെ ഇ ഡോട്ട് ഡി എസ്. ഇവിടെ വേറെ ഡി എസ് എടുത്തു. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് എത്രയാണ് മക്കളെ? ഇ ഡോട്ട് ഡി എസ്. ഈ കഷ്ടത്തിന് എത്രയാണ്? ഇ ഡോട്ട് ഡി എസ്. അങ്ങനെ ഓരോ കഷ്ണത്തിൻ്റെ സ്ഥലത്തും ഓരോ ഇലക്ട്രിക് ഫീൽഡ് വരും. ഓരോ കഷ്ണം ഇരിക്കുന്ന സ്ഥലത്തും ഓരോ ഇലക്ട്രിക് ഫീൽഡ് വരും. അപ്പോൾ ഓരോ കഷ്ണത്തിൻ്റെ ഏരിയയും അവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് മക്കളെ, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കേട്ടോ. ആ കഷ്ണം എടുത്തു, ആ കഷ്ണം എവിടെയാണുള്ളത് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ, ഈ ഡോട്ട് ഡി എസ് ചെയ്താൽ നമുക്ക് ഓരോ കഷ്ണത്തിൻ്റെ എന്ത് കിട്ടും മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഇനി ടോട്ടൽ ഫ്ലക്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഫ്ലക്സ് കിട്ടണമെങ്കിൽ ഞാനിത് മുകളിലത്തെ ഭാഗം മാറ്റുന്നുണ്ട് മക്കളെ. നിങ്ങൾ ഈ ഭാഗം നോട്ട് ചെയ്യുക. ഇത് ഈ ഇക്വേഷൻ കേട്ടോ. ഞാൻ മുകളിലത്തെ ഭാഗം മാറ്റുന്നുണ്ടേ, ശ്രദ്ധിച്ചോളൂ. യെസ്, ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം മക്കളെ? ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ എന്താ? ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഈ സർഫസിലുള്ള മൊത്തം ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ചെറിയ കഷ്ണത്തിൻ്റെയാണ് അല്ലേ? ചെറിയ കഷ്ണത്തിൻ്റെ ഫ്ലക്സ് കണ്ടുപിടിച്ചത് ഇ ഡി എസ്. അതേപോലെ കുറേ അധികം എന്താക്കി മാറ്റാം മക്കളെ? എങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് എന്ത് ചെയ്യാം? ആ സർഫസിനെ മാറ്റി. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താ? സം ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഡ്യൂ ടു ഓൾ ദ സെഗ്മെന്റ് അല്ലേ? എല്ലാ സെഗ്മെന്റിന്റെയും ഇലക്ട്രിക് ഫ്ലക്സിന്റെ സമ്മ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ടോട്ടൽ ഫ്ലക്സ് കിട്ടും. സമ്മ് ചെയ്യുന്നതിന് പകരം മാത്സിലുള്ള സ്റ്റെപ്പാണ് ഇൻറ്റഗ്രേഷൻ. അപ്പൊ ഇൻറ്റഗ്രേഷൻ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഡ്യൂ ടു സെഗ്മെന്റ് മക്കളെ. ഇലക്ട്രിക് ഫ്ലക്സ് ഡ്യൂ ടു സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ഇ ഡോട്ട് ഡി എസ്. മക്കളെ ഇ ഡോട്ട് ഡി എസ് ആണ് ഒരു സെഗ്മെന്റിന്റെ ഫ്ലക്സ്. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? എല്ലാ സെഗ്മെന്റിന്റെയും ഫ്ലക്സ് തമ്മിൽ എന്ത് ചെയ്യണം മക്കളെ? ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. മക്കളെ ഇ ഡോട്ട് ഡി എസ് ഒരു കഷ്ടത്തിന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എല്ലാ കഷ്ടത്തിനും കൂടി എന്ത് ചെയ്യണം മക്കളെ? ആഡ് ചെയ്യണം. ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എല്ലാ കഷ്ടത്തിനും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ സമ്മ് ഓഫ് ഓൾ ദ സെഗ്മെന്റിന്റെ പകരമാണ് നമ്മൾ ഇന്റഗ്രേഷൻ കൊടുത്തേക്കണേ. അപ്പോൾ ഒരു കഷ്ടത്തിന്റെ ഇ ഡോട്ട് ഡി എസ് ആണെങ്കിൽ എല്ലാ കഷ്ടത്തിന്റെ സമ്മ് എന്ന് പറയുമ്പോൾ എന്തൊരു മക്കളെ? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇനി ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ് അല്ലേ? ഞാൻ പറഞ്ഞു ഒരു ചാർജ് ഒരു കുടത്തിനുള്ളിൽ വെച്ച് മൂടി വെച്ചിരിക്കുകയാണ്. ക്ലോസ്ഡ് സർഫസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഓപ്പൺ സർഫസ് അല്ല, തുറന്ന കുടമല്ല, അടച്ചിട്ട കുടമാണ്, അടച്ചിട്ട പാത്രമാണ്, അടച്ചിട്ട കാർബോർഡാണ്. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് ആയ കാരണം കൊണ്ട് മക്കളെ ശ്രദ്ധിച്ചിട്ടുള്ളൂ, ക്ലോസ്ഡ് സർഫസ് ആയ കാരണം കൊണ്ട് നമ്മൾ ഈ ഇൻഡയറക്ഷന് മുകളിലൊരു വട്ടെടുക്കും.
ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് കാണിക്കണേ കേട്ടോ. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ ഈ ക്ലോസ്ഡിൻ്റെ വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർഫസ് എന്താണെന്ന് അർത്ഥം, ക്ലോസ്ഡ് ആണെന്ന് അർത്ഥം. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, ഇ ഡോട്ട് ഡി എസ്. അതാണ് ടോട്ടൽ ഫ്ലക്സ് ഓഫ് ദിസ് ഇറഗുലർ സർഫസ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഇറഗുലർ സർഫസിൻ്റെ കേസാണ്. അപ്പോൾ നമ്മളൊരു ചാർജ് എടുത്തു, ഇതായി കൺക്ലൂഡ് ചെയ്യുന്നു മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ചാർജ് എടുത്തു, അതിന് ചുറ്റും നമ്മൾ ഒരു ഇറഗുലർ സർഫസ് കൺസിഡർ ചെയ്തു. ഈ ഇറഗുലർ സർഫസിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഇല്ല, ഒരു പെർട്ടിക്കുലർ സിമെട്രി ഇല്ല, അല്ലേ, താരതമ്യമില്ല, സാദൃശ്യങ്ങളില്ല. അപ്പോൾ ഈ ചാർജിൽ നിന്ന് ഈ സർഫസിലേക്കുള്ള ഓരോ പോയിന്റിലേക്കുള്ള ദൂരം ഡിഫറൻ്റ് ആണ്. പോയിന്റ് നമ്പർ 1 ദൂരം ഡിഫറൻ്റ് ആയ കാരണം അവിടേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡിഫറൻ്റ് ആണ്. പോയിന്റ് നമ്പർ 2 ഇലക്ട്രിക് ഫീൽഡ് ഡിഫറൻ്റ് ആയ കാരണം മക്കളെ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ ഇ ഡോട്ട് ഡി എസ് ആണ്. അപ്പോൾ ഫ്ലക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. അപ്പോൾ ഫ്ലക്സിലുള്ള ഇക്വേഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിഫറൻ്റ് ആയ കാരണം കൊണ്ട് വി ഹാവ് ടു യൂസ് ഇൻറ്റഗ്രേഷൻ മെത്തേഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എപ്പോഴാണ് ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്യാമെന്ന്. വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു സാധനം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻറ്റഗ്രേഷൻ മെത്തേഡിലേക്കാണ് പോകേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇൻറ്റഗ്രേഷൻ മെത്തേഡിലേക്ക് നമുക്ക് എങ്ങനെ കടക്കാൻ പറ്റുക? ഇതിന് ചെറിയ 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 ഈ സർഫസിനെ നമ്മൾ ഈ കുടമാണെങ്കിൽ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാർഡ്ബോർഡിൽ ചെറിയ 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 കഷ്ണങ്ങൾ ഇങ്ങനെ പേന കൊണ്ട് മാർക്ക് ചെയ്ത് നോക്കിയേക്ക്. നിങ്ങൾ കാർഡ്ബോർഡിൻ്റെ സർഫസിൽ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ പേന കൊണ്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും മക്കളെ. ഒരു പേന കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മാർക്ക് ചെയ്യുക. ഇവിടെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് വരും. അപ്പോൾ നമ്മളൊരു കാർഡ്ബോർഡ് എടുത്തു, കാർഡ്ബോർഡിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മാർക്ക് ചെയ്യുക. ഒരു ചെറിയ കഷ്ണത്തിൻ്റെ ഏരിയ ഡി എസ്, ഒരു ചെറിയ കഷ്ണത്തിൻ്റെ ഏരിയ ഡി എസ്. അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ. അപ്പോൾ ആ ചെറിയ കഷ്ണത്തിൻ്റെ ഫ്ലക്സ് മക്കളെ, ചെറിയ കഷ്ണത്തിൻ്റെ ഫ്ലക്സ് എന്താ പറയുക, ഇ ഡോട്ട് ഡി എസ്. ചെറിയ കഷ്ണത്തിൻ്റെ ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ്. അടുത്ത ചെറിയ കഷ്ണത്തിനും ഇ ഡോട്ട് ഡി എസ്. അടുത്ത ചെറിയ കഷ്ണത്തിന് അവിടുത്തെ ഇ ഡോട്ട് ഡി എസ്. അടുത്ത ചെറിയ കഷ്ണത്തിന് അവിടുത്തെ ഇ ഡോട്ട് ഡി എസ്. അവിടെ ഓരോ സ്ഥലത്തും ഈ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണല്ലോ ഇ ഡോട്ട് ഡി എസ്, ഇ ഡോട്ട് ഡി എസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ചെറിയ കഷ്ണത്തിനും ഇ ഡോട്ട് ഡി എസ്, വേറെ ഭാഗത്തുള്ള ചെറിയ കഷ്ണത്തിന് ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ നിങ്ങളൊരു കാർഡ്ബോർഡ് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ആ കാർഡ്ബോർഡിൻ്റെ സർഫസിൽ ഇങ്ങനെ പാനോട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. നിങ്ങൾ കുറേ സ്ഥലത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ വരച്ചു. അപ്പോൾ ഒരു ചെറിയ കഷ്ണത്തിൻ്റെ അവിടുത്തെ ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ്, അപ്പുറത്തെ ചെറിയ കഷ്ണത്തിൻ്റെ സ്ഥലത്ത് അവിടുത്തെ ഇ ഡോട്ട് ഡി എസ്, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഡോട്ട് ഡി എസ് കേട്ടോ. അങ്ങനെ ഒരു സെഗ്മെന്റിന്റെ എന്ത് വരും മക്കളെ, ഇ ഡോട്ട് ഡി എസ്. അങ്ങനെ നിങ്ങൾ വരച്ചിട്ടുള്ള എല്ലാ സെഗ്മെന്റുകളുടെയും സമ്മിന് പകരം ഇന്റഗ്രേഷൻ ആണ് കേട്ടോ. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുമ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള എല്ലാ ഏരിയയുടെയും എല്ലാ ചെറിയ ചെറിയ ഏരിയകളുടെയും ഫ്ലക്സിന്റെ സമ്മെന്നാണ് വരിക. ഇതാണ് മക്കളെ ടോട്ടൽ ഫ്ലക്സ്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അസ്യൂം ചെയ്യേണ്ട കാര്യം, ഒരു കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ നിങ്ങളൊരു കാർഡ്ബോർഡ് പെട്ടി എടുക്കുക മക്കളെ. യെസ്, അതന്നെ എടുത്തോളൂ. ഒരു കാർഡ്ബോർഡ് പെട്ടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ചാർജിൽ നിന്ന് കാർഡ്ബോർഡ് പെട്ടിൻ്റെ എല്ലാ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണോ? നിങ്ങൾക്ക് ഇതിനും വലിയ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കില്ല. ഡിസ്റ്റൻസ് സെയിം ആണോ മക്കളെ? അല്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണോ? അല്ല. അപ്പോൾ ഈ കാർഡ്ബോർഡ് പെട്ടിൻ്റെ മൊത്തത്തിൽ ഒരു ഏരിയ എടുത്തിട്ട് മൊത്തമായിട്ട് എടുത്തിട്ട് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറ്റൂ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാർഡ്ബോർഡ് പെട്ടിനെ ചെറിയ 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 കഷ്ണങ്ങളാക്കി മാറ്റണം. ആ ചെറിയ കഷ്ണങ്ങൾ ഡി എസ് എന്ന് എടുക്കുക. അപ്പോൾ നിങ്ങൾ മാർക്കർ കൊണ്ട് ചെറിയ കഷ്ണമാക്കി മാറ്റി ഡി എസ്, അവിടുത്തെ ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ്. മറ്റൊരു കഷ്ണമാക്കി മാറ്റി അവിടുത്തെ ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ്. മറ്റൊരു കഷ്ണം എടുക്കുക, അവിടുത്തെ ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ്. അങ്ങനെ ഓരോ കഷ്ണത്തിൻ്റെ ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ്. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എല്ലാ കഷ്ണത്തിൻ്റെ ഇ ഡോട്ട് ഡി എസ് തമ്മിൽ ആഡ് ചെയ്യണം. എല്ലാ കഷ്ണവും കൂടി ആഡ് ചെയ്യണം. അതിന് പകരം മാത്സിൽ കൊണ്ടുവന്നുള്ള സ്റ്റെപ്പാണ് ഇൻറ്റഗ്രേഷൻ. അപ്പോൾ ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇനി നമ്മുടെ കാർഡ്ബോർഡ് ക്ലോസ്ഡ് സർഫസ് ആണ് അല്ലേ, അടഞ്ഞിരിക്കുന്ന പെട്ടിയായ കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഇൻറ്റഗ്രേഷൻ്റെ മുകളിൽ ഒരു വട്ടം, ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വട്ടം ഇടുന്നു. ക്ലിയർ ആയോ മക്കളെ? ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇറഗുലർ സർഫസിൻ്റെ ഇക്വേഷൻ. ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. കേട്ടോ. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ ആർക്കും ചോദിക്കാം കേട്ടോ. സംശയം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് കാർഡ്ബോർഡും ഒക്കെ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ, ചോദിക്കാം. അപ്പോൾ ഈ ഭാഗം എന്ത് ചെയ്യാം മക്കളെ, നോട്ട് ചെയ്ത് വയ്ക്കാം. ക്ലിയർ ആയില്ലേ? നോട്ട് ചെയ്തോളൂ വേഗം. മക്കളെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫ്ലക്സ്, ഒരു ഇറഗുലർ സർഫസിലെ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സർഫസ് ഇറഗുലർ ആണെങ്കിൽ നമ്മൾ ആ സർഫസിനെ ചെറിയ 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 പാർട്സ് ആക്കിയിട്ട് ഓരോ ചെറിയ പാർട്സിൻ്റെ ഫ്ലക്സ് കണ്ടുപിടിച്ച് അത് ഇ ഡോട്ട് ഡി എസ് ആണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്, ഒന്ന് നോക്കുക സംശയമുള്ളവരൊക്കെ. ഇ ഡോട്ട് ഡി എസ് ആണ് ഒരു ചെറിയ ഭാഗത്തിൻ്റെ ഫ്ലക്സ്. എന്നിട്ട് എല്ലാ ചെറിയ ഭാഗത്തിൻ്റെ ഫ്ലക്സും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ സർഫസിലിരിക്കുന്ന ടോട്ടൽ ഫ്ലക്സ് കിട്ടും. ആ സർഫസിൻ്റെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ഫ്ലക്സ് കിട്ടും. അങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഫിസിക്സിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻറ്റഗ്രേഷൻ.
സോ ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലക്സ് എന്ന് നമ്മൾ പറഞ്ഞു. അത് ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ നമ്മൾ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇൻറ്റഗ്രേഷൻ സൈൻ്റെ മുകളിലൊരു വട്ടം ഒരു സർക്കിളും നമ്മൾ ചെയ്തു വെച്ചു അല്ലേ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മക്കളെ വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഗോസ് തിയറം എന്നാണ് ആ ടോപ്പിക്, ഗോസ് തിയറം. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഗോസ് തിയറമാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഗോസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫണ്ടമെൻ്റൽ ലോ ആണ് ഗോസ് തിയറം കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫണ്ടമെൻ്റൽ ലോ ആണ് ഗോസ് തിയറം. അതായത് ഗോസ് തിയറം ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലോ. ഗോസ് തിയറത്തിൽ നിന്നാണ് നമ്മൾ മറ്റു പല ലോകളും ഉണ്ടാക്കിയെടുക്കുന്നത്, ഈവൻ കുളംസ് ലോ അടക്കം. അപ്പോൾ കുളംസ് ലോ അടക്കം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗോസ് തിയറത്തിൽ നിന്ന് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് മക്കളെ കുളംസ് ലോ ഓഫ് ഫോഴ്സ് അല്ല, നമ്മൾ കുളംസ് ലോ ആദ്യം പഠിച്ച കുളംസ് ലോ അല്ല, ഗോസ് തിയറം ആണ് ഫണ്ടമെൻ്റൽ ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ഗോസ് തിയറത്തെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഈ 2-3 എപ്പിസോഡുകൾക്ക് നമുക്ക് വേണ്ടി വരും മക്കളെ ഗോസ് തിയറം പറയാൻ. കാരണം അത്രയധികം നമുക്ക് പോയിന്റുകളുള്ള തിയറമാണ്, അത്രയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഗോസ് തിയറം നമുക്ക് 1-2-3 എപ്പിസോഡ് വരെ പോയാലും നമ്മൾക്ക് അത്ഭുതപ്പെടാനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഗോസ് തിയറം? ഓക്കെ, ഗോസ് തിയറം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതാ എൻ്റെ കയ്യിലൊരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം, ക്യൂ. എൻ്റെ കയ്യിലൊരു ചാർജ് ഉണ്ട്, ക്യൂ ചാർജ് ആണെന്ന് വിചാരിക്കാം. ക്ലിയർ ആയോ? ആ ചാർജിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്പിയർ കൺസിഡർ ചെയ്യുക, ഒരു സ്പെറിക്കൽ സർഫസ്, ഒരു സ്പിയർ നമ്മൾ എന്ത് ചെയ്തു, ആ ചാർജിന് ചുറ്റും കൺസിഡർ ചെയ്യുന്നു കേട്ടോ മക്കളെ. ആ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആർ എന്ന് വിചാരിച്ചു. സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആർ എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ചാർജിന് ചുറ്റും സ്മോൾ ലെറ്റർ ആർ റേഡിയസ് ഉള്ള ഒരു സ്പിയർ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ, കൺസിഡർ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ കൺസിഡർ എ പോയിന്റ് ചാർജ്, കൺസിഡർ എ പോയിന്റ് ചാർജ് ക്യൂ. അപ്പോൾ ക്യൂ എന്ത് ചെയ്തു, നമ്മൾ കൺസിഡർ ചെയ്തു. ക്ലിയർ ആയില്ലേ? ഇനി കൺസിഡർ എ സ്പിയർ, എ സർഫസ്, സ്പിയർ ആണ് മക്കളെ, സ്പെറിക്കൽ സർഫസ്, സ്പിയർ സർഫസ് അറൗണ്ട് ദ ചാർജ് ഓഫ് റേഡിയസ് r, and charge is at the center of the sphere, and charge is at the center of the sphere. അതായത് ആ സ്പിയറിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ എന്തിരിക്കുന്നത്, ചാർജ് ഇരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരു ചാർജ് എടുത്തു, നമ്മൾ ലോ പറഞ്ഞിട്ടില്ല കേട്ടോ മക്കളെ, ലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളൊരു ചാർജ് എടുത്തു, ആ ചാർജിന് ചുറ്റും ഒരു സ്പിയർ എടുത്തു, ആ സ്പിയറിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞു. അതേപോലെ ആ ചാർജ് ഇരിക്കുന്നത് ആ സ്പിയറിൻ്റെ സെൻറ്ററിലാണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പോൾ മക്കളെ നിങ്ങൾ ഈ കാര്യം ഒന്ന് എഴുതിയെടുക്കൂ, ഈ കാര്യം നിങ്ങളൊന്ന് എഴുതിയെടുക്കൂ. കാരണം നമുക്ക് അത്ര സ്പേസ് നമ്മുടെ ബോർഡിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് മാറ്റും. അപ്പോൾ ജസ്റ്റ് ഈ കാര്യം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. യെസ്. ഇനി ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതാ മക്കളെ, ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. എവിടെ? ഈ സ്പിയറിൻ്റെ സർഫസിൽ ഒരു ചെറിയ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു മക്കളെ, കൺസിഡർ ചെയ്തിരിക്കുന്നു. സപ്പോസ് ഇതാണ് ഏരിയ, ഇന്നലെ നമ്മൾ പറഞ്ഞത് കേട്ടോ. ഈ ഏരിയയുടെ ഈ ഭാഗത്തിൻ്റെ ചെറിയ ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് DS ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്, ഈ സ്പിയറിൻ്റെ സർഫസിൽ ഒരു ചെറിയൊരു പോർഷൻ, ചെറിയൊരു സെഗ്മെൻറ്റ് നമ്മൾ എടുത്തിരിക്കുന്നു. ആ സെഗ്മെൻറ്റിൻ്റെ ഏരിയ ΔS ഓർ DS ആണെന്ന് നമ്മൾ വിചാരിക്കാം. ക്ലിയർ ആയില്ലേ? ഇനി ഈ സ്ഥലത്ത് അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് മക്കളെ, ഇത് ചാർജ് ആണല്ലോ അല്ലെ, നടുക്കിലിരിക്കുന്ന ചാർജ് ആണല്ലോ. ചാർജ് എന്തുണ്ടാക്കും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പോൾ നമ്മളിതാ ഈ ഏരിയ ഉള്ള സ്ഥലത്ത് അപ്പോൾ നമ്മളിത് എഴുതുന്നു, കൺസിഡർ എ വെരി സ്മോൾ സെഗ്മെന്റ്, consider a very small segment on the surface of the sphere
on the surface of the sphere of area ds. Of area ds. അപ്പോൾ ds ഏരിയ ഉള്ള ഒരു ചെറിയ സെഗ്മെന്റ് എടുത്തു. And what is the electric field at that segment? Electric field at that segment. ആ സെഗ്മെന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് നോക്കാം. മക്കളെ, ഇലക്ട്രിക് ഫീൽഡ് ആരുണ്ടാക്കുക? ഈ ചാർജ് ഉണ്ടാക്കുക. അപ്പൊ ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞ ചാർജിനാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാനുള്ള കഴിവ്. ഏത് സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചാൽ മക്കളെ ഈ ഏരിയയിൽ നിൽക്കുന്ന സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഏരിയ എന്ന് പറയുമ്പോൾ ആ സ്ഫിയറിന്റെ സർഫസിലാണ് മക്കളെ. ഇവിടെ നിന്നുള്ള ദൂരം എത്രയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, r ആണ്, റേഡിയസ് തന്നെയാണ് അല്ലെ. അപ്പോ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലത്തിൽ കിടക്കുന്ന ഒരു ചെറിയ സെഗ്മെന്റ് ആണ് ds ഏരിയയുള്ള സെഗ്മെന്റ്. അപ്പൊ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലത്തിൽ കിടക്കുന്ന സെഗ്മെന്റ് ആണ് ds എന്ന് പറഞ്ഞ സെഗ്മെന്റ്. ക്ലിയർ? അപ്പോ ഈ ds എന്ന് പറഞ്ഞ സെഗ്മെന്റ് ഉള്ള സ്ഥലത്ത് ആ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് കുറച്ച് ക്ലാസ് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. 1/4πε0 വാക്കുവാണെങ്കിൽ 1/4πε0 ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, സോഴ്സ് ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ 1/4πε0 Q/r² എന്നാണ് മക്കളെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് സപ്പോസ് ഈ ചാർജ് പോസിറ്റീവ് ആണ് മക്കളെ. പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അവേ ഫ്രം ദ ചാർജ് ത്രൂ ദ പോയിന്റ് എന്നാണ്. അവേ ഫ്രം ദ ചാർജ്. അപ്പോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മക്കളെ ചാർജിൽ നിന്ന് അവേ. ക്ലിയർ ആയോ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞു കേട്ടോ മക്കളെ. ഈ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അവേ ഫ്രം ദ ചാർജ് ആണ്. സോ ഇവിടെ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ആർക്കും സംശയം വേണ്ട, ചാർജിൽ നിന്ന് അകലേക്ക് ഒരു ലൈൻ വരച്ചാൽ അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി കേട്ടോ, അൺഫോർച്ചുനേറ്റ്ലി ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും റേഡിയസ് വെക്ടറിന്റെ ഡയറക്ഷനും എന്താണ് മക്കളെ? സെയിം ആണ്. റേഡിയസ് വെക്ടർ എന്ന് പറയുമ്പോൾ എന്താ? സെന്ററിൽ നിന്ന് നമ്മൾ ഇത് എവിടേക്ക് വരയ്ക്കുന്ന ആ പെരിഫറിയിലേക്ക് സർഫസിലേക്ക് വരയ്ക്കുന്ന വെക്ടറാണ് മക്കളെ റേഡിയസ് വെക്ടർ. അപ്പൊ റേഡിയസ് വെക്ടർ എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ ഇതാ. സെന്ററിൽ നിന്ന് നോക്കുക, നമുക്ക് റേഡിയസ് എന്താണെന്ന് അറിയാട്ടോ. ഒരു സ്പിയറിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ എന്താ? സെന്ററിൽ നിന്ന് സർഫസിലേക്ക് വരയ്ക്കുന്നതാണ്. അപ്പൊ സെന്ററിൽ നിന്ന് സർഫസിലോട്ടാണ് വരയ്ക്കുന്ന റേഡിയസ് അല്ലെ. സെന്ററിൽ നിന്ന് സർഫസിലോട്ടാണ് വരയ്ക്കണേ. അപ്പൊ റേഡിയസ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെന്ററിൽ നിന്ന് സർഫസിലോട്ടായിരിക്കും. അപ്പൊ റേഡിയസ് വെക്ടറിന്റെ ഡയറക്ഷൻ സെന്ററിൽ നിന്ന് സർഫസിലോട്ടാണ്. അപ്പോൾ സെന്റർ ഇതാണ് മക്കളെ, സർഫസ് ഇവിടെയാണ്. അപ്പൊ സെന്ററിൽ നിന്ന് സർഫസിലോട്ടാണ് റേഡിയസ് വെക്ടറിന്റെ ഡയറക്ഷൻ അല്ലെ. ഇതാണ് അപ്പൊ റേഡിയസ് വെക്ടറിന്റെ ഡയറക്ഷൻ. ക്ലിയർ ആയില്ലേ? ഇതാണ് റേഡിയസ് വെക്ടറിന്റെ ഡയറക്ഷൻ. അപ്പൊ റേഡിയസ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സെന്ററിൽ നിന്ന് സർഫസിലോട്ടുള്ളതാണ്. ആൻഡ് നിർഭാഗ്യവശാൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും റേഡിയസ് വെക്ടറിന്റെ ഡയറക്ഷനും എന്താണ് മക്കളെ? സെയിം ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും റേഡിയസ് വെക്ടറിന്റെ ഡയറക്ഷനും സെയിം ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ വെക്ടോറിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ, വെക്ടോറിക്കലി റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ മക്കളെ ഇത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, 1/4πε0 Q/r² എന്ന് പറയുന്നത് അതിന്റെ സംഖ്യയാണ്, മാഗ്നിറ്റ്യൂഡ് ആണ്. വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിന് ഡയറക്ഷനും കൂടി പറയേണ്ടി വരും മക്കളെ. വെക്ടർ ആയിട്ട് പറയണമെങ്കിൽ അതിന് ഡയറക്ഷനും കൂടി പറയേണ്ടി വരും. ഡയറക്ഷൻ കൊടുക്കേണ്ട ജോലി യൂണിറ്റ് വെക്ടറിനാണ്. നമ്മൾ പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട്, ഡയറക്ഷൻ കൊടുക്കേണ്ട ജോലി യൂണിറ്റ് വെക്ടറിനാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനോട്ടുള്ള വെക്ടറാണ് റേഡിയസ് വെക്ടർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ റേഡിയസ് വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എടുക്കുന്നു. റേഡിയസ് വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എടുത്തിരിക്കുന്നു r cap. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പോൾ റേഡിയസ് വെക്ടറിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും മക്കളെ സെയിം ആണ്. പോയിന്റ് നമ്പർ 1 നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയാൻ നമ്മൾ ആരെ സഹായം എടുക്കേണ്ടി വരും? റേഡിയസ് വെക്ടറിന്റെ സഹായം എടുക്കേണ്ടി വരും. ഡയറക്ഷൻ പറയാൻ നമ്മൾ എന്താ പറയാ മക്കളെ? ഇൻറ്റു യൂണിറ്റ് വെക്ടറാണ് ചെയ്യാറ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ നമ്മൾ വെക്ടോറിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുക്കും മക്കളെ? റേഡിയസ് വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എടുക്കും. എന്തുകൊണ്ടാണ് റേഡിയസ് വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എടുത്തത്? റേഡിയസ് വെക്ടറും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും സെയിം ആണ്. ക്ലിയർ? അപ്പൊ നമ്മളത് കിട്ടി. അപ്പോൾ ആ ചെറിയ പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടി മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. ഇനി വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ഡെൽറ്റ എസ് ഏരിയ. ഇലക്ട്രിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ഡി എസ് ഏരിയ. ഈ ഏരിയയിലത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? ഈ ഏരിയയിലത്തെ ചെറിയ ഏരിയയിലത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ് മക്കളെ? ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയൂ മക്കളെ. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ
മക്കളെ ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് അല്ലേ. ഡോട്ട് പ്രൊഡക്റ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ ഡോട്ട് എ ഫ്ലക്സ് ഈക്വൽ ടു ഇ ഡോട്ട് എ. അതൊക്കെ പഠിച്ചിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ മക്കളെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മുൻഭാഗത്തുള്ള ക്ലാസ്സുകൾ, മുൻഭാഗത്തുള്ള എപ്പിസോഡുകൾ വൃത്തിയായി പഠിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്ലക്സിന്റെ ഇക്വേഷൻ മക്കളെ ഇ ഡോട്ട് ഡി എസ് ആണ്. ഇ ഡോട്ട് എ ആണ്. പക്ഷെ ഇവിടെ ഏരിയ ഡി എസ് ആയിപ്പോയി. ഏരിയ നമ്മൾ ഡി എസ് എടുത്താണ്. അപ്പോൾ ഇ ഡോട്ട് ഡി എസ്. അപ്പോൾ ഈ ഡോട്ട് ഡി എസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? ഇ ഡി എസ് കോസ് തീറ്റ അല്ലേ. ഇ ഡോട്ട് ഡി എസിന് പകരം എന്ത് കൊടുക്കാം? നമുക്ക് ഇ ഡി എസ് കോസ് തീറ്റ എന്ന് പറഞ്ഞ് കൊടുക്കാം. യെസ്. അപ്പോൾ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? ഇ ഡോട്ട് ഡി എസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇ ഡി എസ് കോസ് തീറ്റ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഫ്ലക്സ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ. ഇ ഡി എസ് കോസ് തീറ്റ. അപ്പോൾ നോക്കൂ മക്കളെ, ഇതിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ വരച്ചു കഴിഞ്ഞു അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാ പോണേ. ഇനി ഏരിയ വെക്റ്റർ ഒരു ഡയറക്ഷൻ ഉണ്ടാവും അല്ലേ മക്കൾ. ഇതാണ് നമ്മുടെ ഏരിയ എടുത്തേ അല്ലേ. നമ്മൾ ഇതാണ് ഏരിയ എടുത്തേ, ശരിയാണല്ലോ. ഇതിന്റെ ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അപ്വേർഡ് പെർപെൻഡിക്കുലർ. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഫ്ലക്സ് എടുത്തപ്പോൾ. അപ്പൊ ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് അപ്വേർഡ് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഞാൻ എങ്ങനെ വരച്ചു വയ്ക്കുന്നു മക്കളെ? ഇതാണ് ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ കേട്ടോ. അപ്വേർഡ് പെർപെൻഡിക്കുലർ തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ. അപ്പൊ നിങ്ങൾ നോക്കി, ഇലക്ട്രിക് ഫീൽഡും അപ്വേർഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കണേ, ഏരിയ വെക്ടറും അപ്വേർഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കണേ. അപ്പോൾ ഇൻ ദിസ് കേസ് നമുക്കത് ഇവിടെ എഴുതി വെക്കാം. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. അവര് ഒരേ ഡയറക്ഷനിലോട്ടാണ് മക്കളെ. സിമ്പിൾ ആണ്. ഇലക്ട്രിക് ഫീൽഡ് അവേ ഫ്രം ദ ചാർജ് ആയിട്ട് വരച്ചതാണ് നമ്മൾ. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താ? അവേ ഫ്രം ദ ചാർജ്. ഏരിയ വെക്ടർ അപ്വേർഡ് പെർപെൻഡിക്കുലർ, അതായത് സർഫസിന് അപ്വേർഡാണ്. അപ്പൊ സർഫസിന് അപ്വേർഡായിട്ട് നമ്മൾ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് ഏരിയ വെക്ടറും സെയിം ഡയറക്ഷൻ ആയി പോയി. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും സെയിം ഡയറക്ഷൻ ആയി പോയി. അതാണ് നമ്മൾ ഉദ്ദേശിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ ആണ് ദ സെയിം ഡയറക്ഷൻ. അപ്പൊ തീറ്റ ഈക്വൽ എന്ത് വരും മക്കളെ? 0 ഡിഗ്രി. നമ്മൾ തീറ്റ പഠിപ്പിച്ചിട്ടുണ്ട്. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ എന്ന് പഠിപ്പിച്ച ഫ്ലക്സിന്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് പോയി റെഫർ ചെയ്യുക. സോ വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഏരിയ വെക്ടർ എന്തായി മാറി മക്കളെ? സെയിം ഡയറക്ഷൻ ആയി മാറി. സെയിം ഡയറക്ഷൻ വരുമ്പോൾ ആംഗിൾ എത്രയാണ് മക്കളെ? 0 ഡിഗ്രി. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി. എന്തുകൊണ്ടാണ് 0 വന്നേ? അത് സെയിം ഡയറക്ഷൻ വന്നതുകൊണ്ടാണ് കേട്ടോ മക്കളെ. അപ്പൊ ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്യുക. മറ്റേതിന് കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ഭാഗം ഒന്ന് നോട്ട് ചെയ്യുക, സ്ക്രീൻഷോട്ട് ചെയ്യുക. യെസ്, ഓക്കെ. ഇനി അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കണ്ടിന്യൂ ചെയ്യാം. യെസ്, നമ്മളൊന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ ഫ്ലക്സ് ഈക്വൽ ടു മക്കളെ, ഫ്ലക്സ് ഈക്വൽ ടു എന്താ പറയണേ? ഇ ഡി എസ് കോസ് 0 അല്ലെ. തീറ്റ എത്ര കിട്ടി മക്കളെ? 0 കിട്ടി. എന്തുകൊണ്ടാ 0? ഇലക്ട്രിക് ഫീൽഡ് ഏരിയ വെക്ടറും സെയിം ഡയറക്ഷനാണ് കേട്ടോ. അത് സെയിം ഡയറക്ഷൻ ആയി പോയതാണ്. എല്ലാ കേസിലും സെയിം ഡയറക്ഷൻ അല്ല. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അവേ ഫ്രം ദ ചാർജ് വരച്ചു, ഏരിയ വെക്ടർ അപ്വേർഡ് പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ സെയിം ആയി പോയതാണ് കേട്ടോ. അപ്പോൾ കോസ് 0 മക്കളെ, കോസ് 0 എത്രയാ? 1 ആണ്. അപ്പോൾ ഫ്ലക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? ഇ ഡി എസ്. ഫ്ലക്സ് ഈക്വൽ ടു ഇ ഡി എസ് എന്ന് കൊടുക്കാം. ഫ്ലക്സ് ഈക്വൽ ടു ഇ ഡി എസ്. അപ്പോൾ ഫ്ലക്സ് ഈക്വൽ ടു മക്കളെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q by R square into ds കേട്ടോ. അപ്പോൾ നമ്മളിത് കൊടുത്തു. ഫ്ലക്സ് ഈക്വൽ ടു 1/4πε0 Q by R square into ds. മക്കളെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തിട്ടുള്ളൂ. ഇവിടെ ആർ ക്യാപ്പ് ഒന്നും എടുത്തിട്ടില്ലേ? എന്തുകൊണ്ടാണ് മക്കളെ ഞാൻ ആർ ക്യാപ്പ് എടുക്കാണ്ടിരുന്നത്? ഇവിടെയാണ്. ഇതാണ് വെക്ടോറിക്കൽ വരിക. ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. ഇത് വെക്ടോറിക്കലാണ്. വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ്. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ വെക്ടർ എടുക്കേണ്ട ആവശ്യമില്ല. ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് എടുക്കേണ്ട ആവശ്യമില്ല? വെക്ടർ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളിവിടെ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതി കഴിഞ്ഞു. പിന്നെ അവിടെ എന്ത് വേണ്ട മക്കളെ? വെക്ടർ വേണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴാണ് വെക്ടർ വേണ്ടോ. അതിന് ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എന്ത് വേണ്ട? വെക്ടർ വേണ്ട. അത് കാരണം ഞാൻ ഇവിടെ കണ്ട 1/4πε0 Q by R square എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡും ഡി എസ് എന്ന് പറയുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ അവിടെ വെക്ടർ എടുത്തിട്ടില്ല. ക്ലിയർ? അപ്പോൾ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ത് വരും മക്കളെ? ഫ്ലക്സ് ഈക്വൽ ടു 1/4πε0 Q by R square ds. ഇനി ടോട്ടൽ ഫ്ലക്സ്. അപ്പോൾ നമ്മൾ ചെറിയ ഏരിയ എടുത്തിട്ടുള്ളൂ അല്ലെ. ചെറിയ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയയുടെ ഫ്ലക്സ് ആയിട്ട് ടോട്ടൽ ഫ്ലക്സ് ഓഫ് ദ സ്ഫിയർ കിട്ടണമെങ്കിൽ മക്കളെ എന്ത് വരും? ടോട്ടൽ ഫ്ലക്സ് ത്രൂ സ്ഫിയർ
അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ത്രൂ സർഫസ്, ആ സർഫസിലുള്ള ടോട്ടൽ ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ ഫ്ലക്സ് ത്രൂ സർഫസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും മക്കളെ? ഇത് ചെറിയ ഫ്ലക്സ് ആണ്, വേണമെങ്കിൽ നമുക്ക് d5 എന്ന് എഴുതാം, d5 എന്ന് എഴുതാം, ചെറിയ ഫ്ലക്സാ കേട്ടോ. ഇതും ചെറിയ ഫ്ലക്സാ d5, ഇതും ചെറിയ ഫ്ലക്സാ d5, കാരണം ഏരിയ ചെറുതാ, d5 എന്ന് എഴുതാം. ഇനി ടോട്ടൽ ഫ്ലക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയേണ്ടി വരും മക്കളെ? ടോട്ടൽ ഫ്ലക്സ് ചോദിച്ചു കഴിഞ്ഞാൽ പറയൂ, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ടോട്ടൽ ഫ്ലക്സ് ചോദിച്ചാൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇന്റഗ്രൽ ചെറിയ ഫ്ലക്സ്, ചെറിയ ഫ്ലക്സിന്റെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കിട്ടും. അപ്പോൾ എത്ര വരിക മക്കളെ? 1/4πε0 q/r² ds കേട്ടോ. ഇന്റഗ്രൽ 1/4πε0 q/r² ds, ഇതാണ് ടോട്ടൽ ഫ്ലക്സ്. ഇനി ആ സർഫസ് ക്ലോസ്ഡ് ആണ് മക്കളെ, അതായത് ഈ സർഫസ് ക്ലോസ്ഡ് സർഫസ് ആണ്, അതായത് ഓപ്പണിംഗ് ഒന്നുമില്ല. അത് കാരണം നമുക്ക് എന്ത് വിളിക്കാം? ഇവിടെ ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് ഇടാം. ക്ലിയർ ആയോ? അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ 1/4πε0 q/r² ds എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് മക്കളെ, ഇത് ചെറിയ ഫ്ലക്സ്, ഒരു ചെറിയ കഷ്ണത്തിന്റെ ഫ്ലക്സ് 1/4πε0 q/r² ds. ഇത് ടോട്ടൽ ഫ്ലക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മക്കളെ, ടോട്ടൽ ഫ്ലക്സ് കിട്ടും. ക്ലിയർ ആയില്ലേ? ഇനി ഡൗട്ടില്ലല്ലോ? യെസ്. ഇനി നമ്മൾ എന്താ ചെയ്യണം മക്കളെ? ഇനി നമുക്ക് ഇന്റഗ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? കോൺസ്റ്റന്റുകളെ പുറത്തേക്ക് എടുക്കാം അല്ലെ? കോൺസ്റ്റന്റുകളെ നമുക്ക് ഇന്റഗ്രേഷൻ നിന്ന് പുറത്തേക്ക് എടുക്കാം മക്കളെ. 1 കോൺസ്റ്റന്റാ, 4 കോൺസ്റ്റന്റാ, പൈ കോൺസ്റ്റന്റാ, ε0 കോൺസ്റ്റന്റാ, ചാർജ് കോൺസ്റ്റന്റാ, r² വരെ കോൺസ്റ്റന്റാ. അപ്പോൾ 1/4πε0 q/r² ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ വരിക മക്കളെ? ഇന്റഗ്രൽ ds. ബാക്കി ഇന്റഗ്രൽ ds എന്നാ വരിക, ഇന്റഗ്രൽ ds. സോ ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു, പറ മക്കളെ, ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/4πε0 q/r² എന്ന് എഴുതി മക്കളെ. ds എന്ന് പറയുമ്പോൾ ചെറിയ ഏരിയ, ds എന്ന് പറയുമ്പോൾ ചെറിയ ഏരിയ. ഇന്റഗ്രൽ ds എന്ന് പറയുമ്പോൾ മക്കളെ, ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ കൂട്ടാൻ അർത്ഥം. അപ്പോൾ ചെറിയ ഏരിയനെ എല്ലാം കൂടി കൂട്ടുക, മക്കളെ. ചെറിയ ഏരിയയുടെ എല്ലാ ചെറിയ ഏരിയയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, വലിയ മൊത്തം ഏരിയ കിട്ടും അല്ലെ? അപ്പൊ ഇന്റഗ്രൽ ds മക്കളെ, ds ചെറിയ ഏരിയ ആണ്, ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ കൂട്ടാന്ന് അർത്ഥം. അപ്പൊ ചെറിയ ഏരിയകളെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും മക്കളെ. ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയർ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4πr² ആണ്. അതറിയാം, ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയർ 4πr² ആണ്. അപ്പൊ ഇന്റഗ്രൽ ds ന് പകരം നമ്മൾ എന്ത് എഴുതി? 4πr². ds എന്ന് പറയുമ്പോൾ ചെറിയ ഏരിയ, ഇന്റഗ്രൽ ds എന്ന് പറയുമ്പോൾ ടോട്ടൽ ഏരിയ. അപ്പൊ 4πr² എന്ന് എഴുതി മക്കളെ. r² വെട്ടിപ്പോയി, 4πയും വെട്ടിപ്പോയി. ബാക്കി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നു. ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ഇവിടെ നിൽക്കുന്നു, പിന്നെ ഒരു q നിൽക്കുന്നു, 1/ε0 ഇൻറ്റു q. സോ ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു q എന്ന് കിട്ടി. അപ്പോൾ ഒരു q എന്ന് പറയുന്ന ഒരു ചാർജ് വെച്ചിട്ട് അതിന് ചുറ്റും നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്താൽ, q എന്ന് പറയുന്ന ചാർജ് ഉള്ളിൽ വെച്ചിട്ട് മക്കളെ, ഉള്ളിൽ വെച്ചിട്ട് അതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ സർഫസിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ആ സർഫസിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു ആ സർഫസിന്റെ ഉള്ളിലുള്ള ചാർജ് ആണ്. ഇൻസൈഡ് എഴുതി വെക്കാം, ആ സർഫസിന്റെ ഉള്ളിലുള്ള ചാർജ് 1/ε0 ഇൻറ്റു q ഇൻസൈഡ് എന്ന് കിട്ടും കേട്ടോ. 1/ε0 ഇൻറ്റു q ഇൻസൈഡ്. അപ്പോൾ മക്കളെ ഇതായി കൺക്ലൂഡ് ചെയ്യുന്നു. ഒരു ചാർജ്, ആ ചാർജിന് ചുറ്റും നമ്മളൊരു സർഫസ് വരച്ചു. അപ്പോൾ ആ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, ആ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാക്കും, ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആ സർഫസിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ആ സർഫസിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്ലക്സ് ഉണ്ടാകും. ആ ഫ്ലക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു ആ ചാർജ് ആണ്, സർഫസിന്റെ ഉള്ളിലിരിക്കുന്ന ചാർജ് ആണ് മക്കളെ. ഇതാണ് ഗോസ് തിയറം, ഇതാണ് ഫണ്ടമെന്റൽ ലോ ഓഫ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം മക്കളെ. ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. ഡെറിവേഷനിൽ യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. യെസ്. ഈ ഡെറിവേഷൻ സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഡെറിവേഷൻ
സാധാരണ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ചോദിച്ച് കാണാറുണ്ട്. ഡിറൈവ് ഗോസ് തിയറം എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി പഠിക്കുക, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നോക്കുക, അതായത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു മക്കളെ. ഒരു ചാർജ് എടുത്തിരിക്കുന്നു, ഒരു ചാർജ് അതിന് ചുറ്റും ഒരു സർഫസ് എടുത്തിരിക്കുന്നു മക്കളെ. ഈ സർഫസ് ഇറഗുലർ ആണ്. നമ്മൾ നേരത്തെ വരച്ച സർഫസ് സ്ഫിയർ ആയിരുന്നു, ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സർഫസ് ഇറഗുലർ ആണ്. സർഫസ് ഇറഗുലർ ആയാലും ഒന്നായാലും കുഴപ്പമില്ല, ഏത് സർഫസ് എടുത്തോ കേട്ടോ, ഏത് ഷേപ്പിൽ എടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒരു ചാർജിന് ചുറ്റും നമ്മൾ എന്തെടുത്തു, ഒരു സർഫസ് എടുത്തു. അപ്പോൾ ദ ടോട്ടൽ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത്, മക്കളെ ഇത് എഴുതാൻ പോണു കേട്ടോ, ടോട്ടൽ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എ ക്ലോസ്ഡ് സർഫസ്. അല്ലെ, ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. The total flux associated with a closed surface. The total flux associated with a closed surface is equal to 1 by epsilon 0 times of net charge inside the surface. നമ്മൾ പറഞ്ഞതാണ് കേട്ടോ, നെറ്റ് ചാർജ് ഇൻസൈഡ് ദ സർഫസ്. ദിസ് ഈസ് ഗോസ് തിയറം. സോ ഒരു ക്ലോസ്ഡ് സർഫസുമായി ബന്ധപ്പെട്ട ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 1 by epsilon 0 into q inside. 1 by epsilon 0 into q inside എന്നാണ് നമ്മൾ നേരത്തെ എഴുതിയതാണ് മക്കളെ. നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ അവസാനം എഴുതിയതാ, ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു 1 by epsilon 0 into q. അത് തന്നെയാണ് ഗോസ് തിയറം. ദ ടോട്ടൽ ഫ്ലക്സ് കണ്ട, ടോട്ടൽ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എ ക്ലോസ്ഡ് സർഫസ്. കണ്ട, ക്ലോസ്ഡ് സർഫസ്, അടഞ്ഞിരിക്കുന്ന കാർഡ്ബോർഡ് പെട്ടി നമ്മൾ വേണം, അടഞ്ഞിരിക്കുന്ന ഒരു കാർഡ്ബോർഡ് പെട്ടി, അടഞ്ഞിരിക്കുന്ന ഒരു കൊടൊക്കെ വേണം. അപ്പോൾ ക്ലോസ്ഡ് സർഫസുമായി ബന്ധപ്പെട്ട ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് നെറ്റ് ചാർജ് ഇൻസൈഡ് ദ സർഫസ്. ഉള്ളിലുള്ള ചാർജ് വേണം, അപ്പോൾ ഇൻസൈഡ് ദ സർഫസ്. മക്കൾ, ഇതാണ് ഗോസ് തിയറം. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇറഗുലർ സർഫസ് ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ് കേട്ടോ. ഇറഗുലർ സർഫസ് ആണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ് അല്ലേ. അത് നമ്മൾ എങ്ങനെയാ വന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചെയ്തത് അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1 by epsilon 0 into q ഇൻസൈഡ്. ഇതാണ് മക്കളെ ഗോസ് തിയറം. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1 by epsilon 0 into q ഇൻസൈഡ്, അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ ടു 1 by epsilon 0 into q ഇൻസൈഡ്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ടോട്ടൽ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത്, അതായത് ഒരു ചാർജ് വെക്കുക, അതിന് ചുറ്റും ഒരു സർഫസ് എടുക്കുക, ക്ലോസ്ഡ് സർഫസ് എടുക്കുക. അപ്പോൾ ഒരു ചാർജ് വെക്കുക, അതിനും ചുറ്റും നമ്മൾ ഒരു കാർഡ്ബോർഡ് പെട്ടി കൊണ്ട് ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടാക്കുക. എന്നിട്ട് ചോദിക്കുകയാണ്, കാർഡ്ബോർഡ് പെട്ടിയിൽ കൂടെ പോകുന്ന ഫ്ലക്സ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by epsilon 0 into കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിലുള്ള ഫ്ലക്സ് കേട്ടോ. ഒരു കുടം എടുക്കുക, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കുടം എടുക്കുക. എന്നിട്ട് ആ കുടത്തിൽ കൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് വെച്ച് നമ്മൾ എന്ത് പറയണം മക്കളെ, 1 by epsilon 0 into ആ കുടത്തിൻ്റെ ഉള്ളിലുള്ള ചാർജ്. അപ്പോൾ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇ ഡോട്ട് ഇ ഡി എസ് കോസ് തീറ്റ, ഇലക്ട്രിക് ഫീൽഡിന്റെ പെർപെൻഡിക്കുലർ അതിനേക്കാൾ സിമ്പിൾ ആണ് 1 by epsilon 0 into ചാർജ് ഇൻസൈഡ്. 1 by epsilon 0 into charge inside. So total flux equal to 1 by epsilon 0 times of net charge inside the surface. This is Gauss theorem. Very, very, very important. അപ്പോൾ 1 by epsilon 0 into q inside. 1 by epsilon 0 into q inside E dot ds. ഇതാണ് ഫ്ലക്സ്. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഗോസ് തിയറം നമ്മളോട് ചോദിക്കും, അപ്പോൾ നിങ്ങൾ അത് എഴുതി വെക്കണം. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് ഈക്വൽ ടു 1 by epsilon 0 into q ഇൻസൈഡ് ആണ്. മക്കളെ, ഗോസ് തിയറം നമ്മൾ ഒരു 10-12 സ്പെഷ്യൽ കേസുകളുണ്ട്, പോയിന്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ 10-12 നമുക്ക് പോയിന്റുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഗോസ് തിയറം വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം മക്കളെ, പഠിച്ച് വെക്കണം. അപ്പോൾ ഈ 12 പോയിന്റുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് പല പോയിന്റുകളും നമുക്ക് അത്ഭുതം തോന്നും. ആ പല പോയിന്റുകളും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഈവൻ ഇൻ എൻട്രൻസ് ആൻഡ് തിയറി എക്സാമിനും എൻട്രൻസ് എക്സാമിനും ക്വസ്റ്റ്യനായി ചോദിക്കുന്ന ഒരു 12 പോയിന്റുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും കേട്ടോ. അതാണ് പറഞ്ഞാൽ ഗോസ് തിയറം തീരാൻ ഒരു 2-3 ക്ലാസ് വേണ്ടി വരും. അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയ പോയിന്റ് പോലും മിസ്സാവാതെയാണ് എടുക്കണേ. അപ്പം നിങ്ങൾ അതിനുള്ള എന്ത് കാണിക്കണം, തിരിച്ച് നിങ്ങളോട് അതിനെ കാണിക്കണം. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്ത് പഠിച്ച് പോകണം. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, ഗോസ് തിയറാണത് കേട്ടോ. ഗോസ് തിയറം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ക്ലിയർ? അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യുക, നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. എന്നാൽ മാത്രമേ അടുത്ത ക്ലാസ്സിലെ 12 അതിനും ചിലപ്പോൾ അതിനും കൂടുതലുള്ള സ്പെഷ്യൽ കേസുകളും ടിപ്പുകളും ഒക്കെ എന്ത് ചെയ്യുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. അപ്പോൾ അതുവരെ നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യുക മക്കളെ, ഇരുന്ന് പഠിക്കുക.
ക്ലിയർ? നോട്ട് ചെയ്തോളൂ.